വിജയ് ചിത്രം ജനനായകന് വലിയ തിരിച്ചടി. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിന് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്ന വിമർശനവും നിർമ്മാതാക്കൾ നേരിട്ടു. റിലീസ് വൈകിയാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കുമെന്ന നിർമ്മാതാവിന്റെ ആശങ്കയും കോടതി വകവെച്ചു. ജനനായകൻ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് നിലനിൽക്കുകയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ധൃതി പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്നതായിരുന്നു നിർമ്മാതാവിനോട് ചോദിച്ച ചോദ്യം. വെങ്കട് കെ നാരായണ, KMVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാതാവായ വെങ്കട് കെ നാരായണനാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത്. വെങ്കട് കെ നാരായണനോടായിരുന്നു കോടതിയുടെ ഈ ഒരു ചോദ്യവും എന്ന് പറയുന്നത്. അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് വരുന്നു, 21-ാം തീയതി പരിഗണിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്ന ചോദ്യമാണ് തിരിച്ച് സുപ്രീം കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിർമ്മാതാവിന്റെ ഹർജി തള്ളുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരിച്ചു പോകൂ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സുപ്രീം കോടതി പറയുകയും ചെയ്തത്. നേരെ മറിച്ച് നിർമ്മാതാവ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അഡ്വക്കേറ്റ് മുകുൾ റോത്തഗിയാണ് നിർമ്മാതാവിന് വേണ്ടി വാദിക്കാൻ എത്തിയത്. പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് 5000 തിയേറ്ററുകളോളം ബുക്ക് ചെയ്തിരിക്കുന്നു. വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. തുടക്കം തൊട്ട്, അതായത് കഴിഞ്ഞ മാസം തന്നെ ഈ സിനിമയുടെ കോപ്പി സെൻസറിന് അയച്ചതെന്നാണ്. പിന്നീട് കട്ട്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും തിരികെ വന്നിരുന്നു. പക്ഷേ വീണ്ടും സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാക്കാൽ പറഞ്ഞിട്ട് പോലും തന്നില്ല എന്നൊക്കെ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നാകെ നിർമ്മാതാവ് വാദിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും സുപ്രീം കോടതി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതും നിർമ്മാതാവ് പറയുകയും ചെയ്തിരുന്നു. വലിയ തുക തന്നെയാണ് ഈ സിനിമ റിലീസ് ഡേറ്റ് മാറ്റിയതുകൊണ്ട് തന്നെ ഉണ്ടായത്. തിയേറ്റേഴ്സുമായിട്ട് കരാർ ഒപ്പിട്ടതാണ്, അത് മാറ്റപ്പെട്ടു. 5000-ഓളം തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ പൊങ്കൽ സീസണുമായി ബന്ധപ്പെട്ട് അപ്പോൾ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയും കൂടിയാണ് ഇത് എന്നതും പറഞ്ഞു. മാത്രമല്ല ഇനി റിലീസ് ഡേറ്റ് വൈകുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നീങ്ങുമെന്നതും കൂടി നിർമ്മാതാവ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ പോലും അത് ഏറ്റെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തിരിച്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകൂ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവിന് ഇനി മറ്റൊരു വഴിയുമില്ല. 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. പക്ഷേ വീണ്ടും ഇത് വൈകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 21-ാം തീയതിയിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഏകദേശം 2 ആഴ്ചയോളം, സിനിമ 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്നു, 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് 21-ാം തീയതി ഇത് വീണ്ടും ഡിവിഷൻ ബെഞ്ച് കേൾക്കുകയേ ചെയ്യുള്ളൂ. അപ്പോഴും വിധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്നും മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.